डाली डाली फूलों की तुझको बुलाए रे मुसाफिर मेरे उत्तराखंड में। बादलों की ओर के ओढ़नी वादियां गीत सुनाए मीठे मीठे मेरे उत्तराखंड में। हो पिजोरे मेरे पहाड़ को, हो पिजोरे मेरे पहाड़ को। ठंडो पानी ठंडो पानी ठंडो पानी ठंडो पानी। ലോകത്തെമ്പാടുമുള്ള വിനോദയാത്രികർക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഭൂമിയിലെ സ്വർഗമെന്നും ചരിത്രപ്രധാനമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊണ്ട് ദേവഭൂമിയെന്നും ഉത്തരാഖണ്ഡിനെ വിളിക്കുന്നു. ഭൂമിയിലെ സ്വർഗമെന്ന പ്രയോഗത്തെ അർത്ഥവത്താക്കി കുമയോൺ താഴ്വരയിലെ നൈനിതാൾ, വിനോദസഞ്ചാരികളുടെ പറുദീസ. മഞ്ഞു പെയ്തിറങ്ങുന്ന സുഖശീതളമായ കാലാവസ്ഥയാണ് നൈനിതാളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നത്. മനോഹാരിത തുളുമ്പുന്ന തടാകങ്ങളാൽ അനുഗ്രഹീതമാണ് നൈനിതാൾ. ഋഷി സരോവർ എന്ന് സ്കന്ദപുരാണത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നൈനിതാളിനെയാണെന്ന് കരുതപ്പെടുന്നു. അത്രി, പുലസ്ത്യ, പുലഹ എന്നീ മഹർഷിമാർക്ക് യാത്രക്കിടെ നൈനിതാളിൽ വെച്ച് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. അവർ അവിടെയെല്ലാം പരതിയെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. തുടർന്ന് അവർ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കുകയും മാനസ സരോവർ തടാകത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൽ നിറയ്ക്കുകയും ചെയ്തുവെന്നും അങ്ങനെയാണ് നൈനി തടാകം രൂപപ്പെട്ടതെന്നുമാണ് വിശ്വാസം. നൈനാദേവി ക്ഷേത്രമാണ് പ്രദേശത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രം. നൈനി തടാകത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നൈനാദേവി ക്ഷേത്രം ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിലൊന്നാണ്. നൈനിതാൾ നഗരത്തിൽ നിന്ന് 2 കിലോമീറ്ററോളം മാറിയാണ് എക്കോ കേവ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതരീതി സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുകയാണ് 6 വ്യത്യസ്ത ഭൂഗർഭ ഗുഹകളുള്ള ഈ ഗാർഡന്റെ ലക്ഷ്യം. പട്ടണത്തിൽ നിന്ന് അല്പം മാറി അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ലവേഴ്സ് പോയിന്റും സൂയിസൈഡ് പോയിന്റും. പച്ചപ്പണിഞ്ഞ താഴ്വാരങ്ങളുടെയും ചുറ്റുമുള്ള മലനിരകളുടെയും ദൃശ്യചാരുത നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന ലാൻഡ് എൻഡിൽ നിന്ന് നോക്കിയാൽ ഖുർപാതാൾ തടാകത്തിന്റെ സൗന്ദര്യവും ആവോളം ആസ്വദിക്കാം. ടിഫിൻ ടോപ്പ് അഥവാ ഡൊറോത്തീസ് സീറ്റ് നൈനിതാളിലെ പ്രശസ്തമായ ഉല്ലാസ കേന്ദ്രമാണ്. 200 രൂപയാണ് ഒരാൾക്ക് റോപ്പ് വേയിൽ കയറാനുള്ള നിരക്ക്. മറ്റു പല സ്ഥലങ്ങളിലെയും നിരക്കിനെ അപേക്ഷിച്ച് ഇതല്പം കൂടുതലാണ്. പട്ടണത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ അയാർപട്ട കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന ടിഫിൻ ടോപ്പിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം
7520 അടിയാണ്. കുമയോൺ മണ്ഡൽ വികാസ് നിഗത്തിന് കീഴിലുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര ആകർഷണമാണ് നൈനിറ്റാൾ റോപ്വേ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ കേബിൾ കാറാണ് ഇത്. മല്ലിത്താളിലാണ് റോപ്വേയുടെ തുടക്കം. അങ്ങോട്ടും ഇങ്ങോട്ടുമായി 2 കേബിൾ കാറുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഒരെണ്ണത്തിൽ 12 പേർക്ക് സഞ്ചരിക്കാം. ചെങ്കുത്തായ സഞ്ചാരപാതയാണ് ഇതിന്റേത്. 300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോപ്വേ 705 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. സെക്കൻഡിൽ 6 മീറ്റർ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ സഞ്ചാരികൾക്ക് പ്രദേശത്തിന്റെ വിഹക വീക്ഷണം ആസ്വദിക്കാൻ ഈ യാത്രക്കിടെ കഴിയും. മുകളിലേക്കുള്ള യാത്രയിൽ നൈനി തടാകത്തിന്റെ ഏതാണ്ട് പൂർണ്ണവും വിശാലവുമായ കാഴ്ച ആസ്വദിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. സ്നോ വ്യൂ പോയിന്റിലാണ് കേബിൾ കാറുകൾ എത്തിച്ചേരുന്നത്. മുകളിൽ സ്നോ പോയിന്റിലെത്തിയാൽ 1 മണിക്കൂറോളം ചെലവഴിക്കാം. ഹിമാലയ ദർശൻ എന്നൊരു പരിപാടി ഇവിടെയുണ്ട്. ഉയർന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദൂരദർശിനികളിലൂടെ ഹിമാലയൻ മലനിരകളെ അടുത്തു കാണാം. ഉത്തരാഖണ്ഡ് ടൂറിസം വകുപ്പ് തന്നെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ കാഴ്ചകൾക്ക് മങ്ങലേൽക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒട്ടേറെ റൈഡുകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വിനോദത്തിനായി ചെറിയൊരു പാർക്ക് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്ഷണശാലകളും ധാരാളമുണ്ട്. മറ്റൊരിടത്തു നിന്നാൽ മരങ്ങൾക്കിടയിലൂടെ നൈനി തടാകം കാണാം. കാഴ്ചകൾ കണ്ട ശേഷം കേബിൾ കാറിൽ റോപ്വേയിലൂടെ മടക്കം. പച്ചപ്പട്ട് വിരിച്ച വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര മറ്റേതൊരു റോപ്വേയേക്കാളും ആകർഷകമാണ്. നൈനിതാളിലെ മൃഗശാല ഇവിടുത്തെ ഒഴിച്ചുകൂടാനാവാത്ത കാഴ്ചകളിലൊന്നാണ്. ഹിമാലയത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനങ്ങളിൽപ്പെട്ട പക്ഷിമൃഗാദികളാണ് ഈ മൃഗശാലയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാലയാണ് നൈനിതാളിലെ പണ്ഡിറ്റ് GB പന്ത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സൂ. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഷേർഖാദന്ത കുന്നിൽ 1984 സ്ഥാപിതമായ ഈ മൃഗശാല
1995 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 4.6 ഹെക്ടറാണ് ഇതിന്റെ വിസ്തീർണം. തണുപ്പുള്ള അന്തരീക്ഷത്തിൽ വളരുന്ന പക്ഷികളാണ് ഇവിടെ ഏറെയും. വെളുത്ത നിറമുള്ള ഈ മയിൽ അപൂർവമായ കാഴ്ചയാണ്. മറ്റൊരിടത്ത് നൃത്തം വയ്ക്കുന്ന മയിലിനെയും കണ്ടു. വിവിധ തട്ടുകളായാണ് ഈ മൃഗശാല നിർമ്മിച്ചിട്ടുള്ളത്. പടികൾ കയറി വേണം ഓരോ തട്ടിലേക്കും പോകാൻ. കുന്നിന്റെ സ്വാഭാവിക ഭൂപ്രകൃതി കഴിയുന്നത്ര സംരക്ഷിച്ചിരിക്കുന്നു. ചില സമയത്ത് മൃഗശാലയിലേക്ക് മൂടൽമഞ്ഞ് ആർത്തലച്ചെത്തും. പിന്നെ കാഴ്ചകൾക്ക് മഞ്ഞിന്റെ ആവരണം വീഴും. ചാരനിറമുള്ള ഹിമാലയൻ മാനുകൾ ഇവിടെ ധാരാളമുണ്ട്.